Watch full episodes on Jio Hotstar. സാറേ, ഞമ്മള് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഞമ്മടെ മോൻ ആകാശിന് വേണ്ടി ഇങ്ങള് കുറെ കൂട്ടുകാരുണ്ടായി കൊടുത്തേനില്ല. ഓൻ പെരുത്ത് സന്തോഷത്തിലാണ്ട് കേട്ടാ. ഞമ്മൾ ഓനെ കുറിച്ചൊക്കെ ഓർത്ത് കുറച്ച് പേടിച്ചായിരുന്നു. അതെ സാറ്, കമ്പനിയുടെ കാര്യം വിട്ടേക്ക്. ആ പയ്യൻ നമ്മുടെ വേദാ സിറ്റി മുഴുവൻ രക്ഷിക്കുന്ന കുട്ടിയാ. അവനോടൊപ്പം ഉള്ളപ്പോ നിങ്ങളുടെ കുട്ടിക്ക് യാതൊരു ആപത്തും സംഭവിക്കില്ല. ഡോണ്ട് വറി. താങ്ക് യു. എന്നെ പോലെ നന്നായി കളിക്കാൻ ഇവിടെ ആരുമില്ല. ഹലോ അങ്കിൾ, ഒരു ചെറുക്കനുണ്ട് നിങ്ങളെക്കാളും നന്നായിട്ട് കളിക്കുന്ന ആള്. നിങ്ങള് മാത്രമല്ല, 3 പേരെ ഒന്നിച്ച് തോൽപ്പിക്കാനുള്ള കഴിവ് അവനുണ്ട്. ആണോ? എന്നെക്കാളും നന്നായിട്ട് കളിക്കുമെന്നോ? 3 പേരെ തോൽപ്പിച്ചിട്ടുണ്ടെന്നോ? ആരാണവൻ? അവിടെ നിൽക്കൂ. ആരാണ് നീ? ഇത് ഞങ്ങളുടെ ശിവയാണ്. ശിവ? എന്റെ പേര് ശിവ എന്നാണ് അങ്കിൾ. അല്ല, നിന്റെ കൂട്ടുകാര് പറഞ്ഞല്ലോ നീ 3 പേരായിട്ട് കളിക്കുമെന്ന്. എന്താ, നമുക്കൊരു കൈ നോക്കിയാലോ? തീർച്ചയായും അങ്കിൾ. എന്തായാലും എന്റെ കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ട് തീർച്ചയായും ഞാനത് ചെയ്ത് കാണിക്കണമല്ലോ. ഇതെങ്ങനെ സംഭവിച്ചത്? നീ ഞങ്ങളെ 3 പേരെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. കൊള്ളാം, വളരെ മിടുക്കനാണ് നീ. ഈ ലൈറ്റ് എന്താണ് പറ്റിയത്? മോനെ, എല്ലാരും വേഗം അത്തോട്ട് വരി. കമാൻഡോ, എല്ലാരും അകത്തോട്ട് വരി. കേട്ടില്ലേ കമാൻഡോ? നിങ്ങൾ വാതിൽ പുറത്ത് കാവൽ നിൽക്ക്. ഈ ലൈറ്റ് എങ്ങനെയാണ് പോയത്? ആകാശ് പോലെ നീ അകത്ത് തന്നെ ഇന്നോളണം. നമ്മള് പറഞ്ഞത് കേട്ടില്ല? മോനെ ആകാശേ, എന്റെ മോൻ ആകാശ് എവിടേക്കാണ് പോയത്? ഇതെങ്ങനെയാ സംഭവിച്ചത്? കൊച്ചു മുതലാളിയെ കാണുന്നില്ലല്ലോ. എവിടെ പോയോ? എനിക്ക് തോന്നുന്നു കിഡ്നാപ്പർ ആ വഴിക്ക് ഓടിപ്പോയിന്നാ. നീ എന്തിനാ എന്നെ തല്ലിയത് ശിവ? ഇത് ഞാനല്ലേ, ലഡ്ഡു സിംഗ്. കിഡ്നാപ്പർ ഇതാ ഇവനാണ്. കയ്യ് പൊക്കി നിൽക്കുന്നത് കണ്ടില്ലേ നീ? ഓ സോറി ലഡ്ഡു സിംഗ് സർ. എന്തുകൊണ്ട് നിങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞില്ല. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. യു ആർ അണ്ടർ അറസ്റ്റ്. കൊച്ചെവിടെ? കൊച്ചെവിടെന്നാ ചോദിച്ചേ? യു കിഡ്നാപ്പർ. ഏത് കുട്ടിയുടെ കാര്യമായി പറയുന്നേ? നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കിഡ്നാപ്പർ അല്ല, കള്ളനാണ്, കള്ളൻ. ഞാൻ മോട്ടിക്കാനായിട്ട് അവിടെ വന്നപ്പോ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടു. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയതാ. ഈ കള്ളം പറയാണ്ട് നിക്ക്. ഈ എന്റെ മകനെ തിരിച്ചതാ. പറഞ്ഞത് കേട്ടില്ല? ഇല്ല ഇല്ല, ഞാൻ നിങ്ങളുടെ മകനെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന്. ലഡു സിംഗ് സർ, പുള്ളിയെ കൊണ്ടുപോയിട്ട് ലോക്കപ്പിൽ ഇട്ടേക്കൂ. ഈ സംഭവങ്ങളൊക്കെ ശരിയാകുന്നവരെ ഈ പുള്ളിയെ പുറത്തേക്ക് വിടണ്ട. കറണ്ട് പോയാലും CCTV ക്യാമറയുടെ ബാറ്ററി ബാക്കപ്പ് ഉള്ളത് കൊണ്ട് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയിട്ടില്ല. നമുക്ക് നോക്കാം ആ രാത്രി എന്താ സംഭവിച്ചെന്ന്. ഒന്ന് റിവൈൻഡ് ചെയ്ത്. അവിടെ തന്നെ അത്
അവിടെ ഒരു ട്രീ ഉണ്ട്, പക്ഷെ വേറെ ഫ്രെയിമില് ട്രീ ഇല്ല. പക്ഷെ നായകൾ അവിടെ വന്നാണ് കുരയ്ക്കുന്നത്. മരം പോവാനോ? മരം അങ്ങനെ മാഞ്ഞു പോവാറില്ലല്ലോ. ആദ്യത്തെ ഫ്രെയിം ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ ഗ്യാപ്പ് കുറവാണുള്ളത്. രണ്ടാമത്തെ ഫ്രെയിമിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. അതിന്റെ അർത്ഥം അവിടെ ഒരു മരം ഉണ്ടെന്നല്ലേ? ഇതെന്ത്? ഇതെങ്ങനെ സംഭവിക്കാനാണത്? ഇത്ര ഉയരത്തിലുള്ള ഫെൻസിങ് മറികടന്ന് ആ മരം എങ്ങനെ വരാനാണ് ഇവിടെ? ഇത് നോക്കിയപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു വലിയ മാവും തോട്ടം ഉണ്ടായിരുന്നു. അവിടെ 4 ചുറ്റും ഉയരത്തിൽ ഫാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പാരാഗ്ലൈഡിങ്ങിന്റെ ഉടുപ്പ് ഇട്ടിട്ട് ഭയങ്കര സ്പീഡിൽ ഓടുവായിരുന്നു. അങ്ങനെ കാറ്റിൽ പറക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തോട്ടത്തിന്റെ നടുക്ക് ഇറങ്ങുമായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ പൊട്ടിച്ച് ഞങ്ങള് പുറത്തേക്കും വരുമായിരുന്നു. ഓ എന്റെ ആദി, നീ ഒരു ജീനിയസ് ആട്ടോ. നീ ഒരു ക്ലൂവാ തന്നിരിക്കുന്നത്. അല്ല, അങ്ങനെ ഞാനിപ്പോ എന്താ പറഞ്ഞത്? അതായത് ട്രീ അകത്തേക്ക് പറന്നു തന്നെയാണ് വന്നത്, പറന്നു തന്നെയാണ് പുറത്തേക്കും പോയത്. പക്ഷെ ശിവ, ട്രീ എങ്ങനെയാണ് പറന്നു വരുന്നേ? അതെങ്ങനെയായാലും പറന്നു തന്നെയാ വന്നിരിക്കുന്നേ. ഒരു കോടി എടുത്തിട്ട് വാ, എന്നിട്ട് നിന്റെ കുട്ടിയെ എടുത്തോണ്ട് പോകോ. ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ എവിടെയാണെന്ന് പറയേ, എവിടെയാണ് കൊണ്ടുവരേണ്ടത്? നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പണമായിട്ട് കാറിൽ പൊക്കോളൂ, ഞാൻ പുറകെ വന്നോളാം. കാറും വരുന്നുണ്ട്, അതിന്റെ പുറകെ കുറെ കുട്ടികളും വരുന്നുണ്ട്. സൈക്കിളിലാ വരുന്നത്. ഒരു സൈക്കിളില് ഇൻസ്പെക്ടറും കൂടിയാ വരുന്നത്. അപ്പൊ എന്താ പ്രശ്നമുണ്ട്? വരും മോനെ, നമുക്ക് പോയിട്ട് നിന്റെ അപ്പനെ കാണാം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും അങ്ങനെ പോലീസിനെ കൊണ്ട് വരും. അത് കണ്ടോ, ആ മരം കാറ് പൊക്കിക്കൊണ്ട് പോയി. ശിവ, അത് ചിലപ്പോ ഏലിയനായിരിക്കും. അതെ, എനിക്കറിയാം. നിങ്ങൾ പുറകെ വന്നാ മതി, ഞാൻ പൊയ്ക്കോളാം. അല്ല, ഈ ചക്കൻ സൈക്കിളും പറപ്പിക്കോ? ഇത് എന്തിട്ട് സാധനം? പോയി ചെന്നാ കുട്ടിയെ പിടിക്കേ. ഓക്കെ, മര്യാദക്ക് കുട്ടീനെ പറഞ്ഞു വിട്. ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടും. ഇടിക്കൊന്നോ? എങ്കിലതൊന്ന് കാണട്ടെ. കുട്ടി, നീ ആള് മഹാസാധനാട്ടാ. ഇപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാം ടോമി കിഡ്നാപ്പറിനെ ശല്യം ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന്. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇതാ നിങ്ങളുടെ കുറ്റവാളിയെ പിടിച്ചോളൂ ലഡു സിംഗ് സർ. ഇയാളുടെ കൂട്ടാളികൾ എല്ലാവരും ട്രേഡ് അകത്തുണ്ട്. മതി ശിവ, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കൺട്രോൾ ചെയ്തോളാം. വേണ്ട, നീ തന്നെ നോക്കിയാ മതി. അവന്മാർക്ക് നിന്റെ ഭാഷ മനസ്സിലാകൂ.
എന്റെ ആകാശ് മോനെ ഓടി വരി. എന്റെ മോനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അതെ, ഞാനിവിടെ ഉള്ളപ്പോ നിങ്ങളുടെ മോന്റെ നിഴലെ തൊടാൻ പോലും അവർക്ക് ധൈര്യം ഉണ്ടാവോ? പറ, നിങ്ങൾ പറയൂ പറയൂ പറയൂ. ഹോഴ്സ് ട്രെയിനിങ്ങിന് മുൻപ് നമ്മുടെ ഹോഴ്സിനെ കംഫർട്ടബിൾ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ ശരീരം ഇങ്ങനെ തടവുന്നത് കൊണ്ട് അതിന് സുഖം തോന്നും. തൂഫാനെ, ഇന്ന് നിന്റെ ഒരു പരീക്ഷണമാണ്. നീ ആരാണെന്ന് ആർക്കും മനസ്സിലാവരുത്. നീ ശരിക്കുള്ളതാണെന്ന് തന്നെ എല്ലാരും വിചാരിക്കണം. അങ്ങനെയായാൽ ഒരു മിടുക്കനാണെന്ന് ഞാൻ പറയും. വരൂ, നമുക്ക് ടെസ്റ്റ് തുടങ്ങാം. ഓ, എന്ത് ഭംഗിയുള്ളൊരു കുതിരയാ. ഞാൻ ഇതിന്റെ മീതെ ഒന്ന് കേറി ഓടിച്ചോട്ടെ? ഇവന്റെ പുറത്ത് ഞാനല്ലാതെ വേറെ ആരെയും കയറ്റാൻ ഇവ സമ്മതിക്കില്ല. ഞങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കുതിരപ്പുറത്ത് കേറി എങ്ങനെ ഓടിക്കണ്ടെന്ന്. നിങ്ങൾ എല്ലാരും കണ്ടോ ഞാൻ എങ്ങനെ ഹോഴ്സ് റൈഡിങ് നടത്താൻ പോണെന്ന്? ഇപ്പൊ പണി ഞാൻ തരാം. Yeah, come on horsey, come on, run horsey, run. ലഡു സിംഗ് സാറേ, നിങ്ങളുടെ കമാൻഡോ ട്രെയിനിങ് ഫെയിൽ ആയി പോയി കേട്ടോ. ശിവ, രക്ഷിക്കണേ, വേഗം വന്നേ. ശിവ, ഹോർസി സ്റ്റോപ്പ്. ഹോർസി, നിന്നോടെല്ലാം നിൽക്കാൻ പറഞ്ഞത്. നിൽക്കാനല്ല പറഞ്ഞ. ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ? ആ ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ ചേട്ടാ, തന്റെ വികൃതി കുതിര കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഇത് കാരണം എന്റെ നടു ഒടിഞ്ഞു പോയി. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ കാണാം. എന്താ, നീ റെഡിയല്ലേ? അതെ, കുതിര ടെസ്റ്റിൽ പാസ്സായിരിക്കുന്നു. ഇപ്പോ ഞാനും റെഡിയാണ്. നമുക്ക് ജോലി തുടങ്ങാം. എന്റെ 10 കോടി രൂപ എവിടെ? നീ ചോദിച്ച 10 കോടി രൂപയുണ്ട്. ആ വീട് കണ്ടോ? അതിന്റെ അകത്തുള്ള ഹാളിൽ ഒരു ലോക്കർ ഉണ്ട്. അതിന്റെ അകത്ത് സ്റ്റാമ്പ്സിൽ പതിപ്പിച്ച ഒരു ഫോൾഡർ ഉണ്ട്. അതെടുത്തു കൊണ്ടുവരണം. ഞാൻ അതിന്റെ അകത്തുള്ള CCTV ക്യാമറ കേടാക്കി. ഞാൻ പുറത്തുള്ള ക്യാമറകളൊന്നും കേടാക്കിയിട്ടില്ല. ശ്രദ്ധിച്ചു പോണം. ക്യാമറ തിരിയുന്നത് നോക്കിയിട്ട് അത് വേറെ സൈഡിലേക്ക് തിരിയുമ്പോൾ നീ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറണം. പുറത്തുള്ള ക്യാമറ ഇപ്പുറത്തേക്ക് തിരിയുമ്പോൾ അപ്പോൾ തന്നെ നീ പുറത്തേക്ക് വരണം. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക്സ്. ഓ മോനെ ദിനേശ. അതെ, എന്ത് ഭംഗിയുള്ള കുതിരയാണത്. ഗാഡ്, അതിനെ പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. എനിക്കൊരു ചെറിയ ആഗ്രഹം. ഇതിനെ കാണുമ്പോ കുഴപ്പമൊന്നുമില്ല. അതിന്റെ മീതെ കേറി ഒരു സവാരി ചെയ്യണം. ടക്കടക്ക ടക്കടക്ക ടക്കടക്കടന്ന്. ഓ, സാറിന് നിർത്താറായിട്ടില്ലേ? അതെ ശിവ, ഞാൻ ഇവിടെ ഒരു സുന്ദരമായ കുതിരയെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാളെ വന്നാ കാണാം. നീ വരണട്ടോ. ക്യാമറയുടെ സ്ഥാനം മാറുന്നുണ്ട്. ഇതിനകത്തു നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള സമയമായി. എനിക്ക് പെട്ടെന്ന് പണി തീർക്കേണ്ടതുണ്ട്. യെസ്, ഇതായിരിക്കും ആ ലോക്കർ.
ഇതിൽ സ്റ്റാൻസി ഇട്ടിട്ടുള്ള ഫോൾഡർ കാണുമായിരിക്കും. ലഡു സിംഗ് സാറേ, ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാനായില്ല. ഞങ്ങൾ കുതിരയെ കാണാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എവിടെയാ കുതിര? വരൂ, ഞാൻ കാണിച്ചു തരാം. വലിയ ലഡു സിംഗ് സാറേ, നിങ്ങളുടെ കുതിര ഓടുന്നത് കണ്ടില്ലേ? അതിനെ വേഗം പിടിക്കൂ. അതെങ്ങനെയാ പോകുന്നതെന്ന് നോക്കിയേ. ശിവ, നീ ആ കുതിരയുടെ വേഗം പിടിക്കേ, വേഗം പ്ലീസ്. ഈ കുതിര വളരെ വേഗത്തിലാണല്ലോ ഓടുന്നത്. എന്നെ നിനക്ക് പിടിക്കാൻ പറ്റില്ലടാ കുട്ടി. യു ആർ ഗുഡ്. ഐ ആം ദി ബെസ്റ്റ് കേട്ടാ. എന്റെ അമ്മോ, എന്തൊരു ചാട്ടാ ഇത് ചാടിയിരിക്കുന്നേ. ശിവ, നീ എന്ത് പണിയായി കാണിച്ചത്? എന്റെ കുതിര നീ പിടിച്ചില്ലല്ലോ. ലഡു സിംഗ് സാറേ, അതൊരു കാട്ടുകുതിരയാണ്. അത് സ്വതന്ത്രമായി നടക്കാനായിരിക്കും ഇഷ്ടപ്പെടുക. അത് കാട്ടിൽ തന്നെ വളർന്നോട്ടെ, പിന്നെന്താ. പക്ഷെ ഇത്രയും വലിയ കൊക്കിനെ അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റി? ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ കാര്യമുണ്ടല്ലോ. ഡോക്യുമെന്റ്സ് എവിടെ പോയി? നമ്മുടെ സീക്രട്സുകളൊക്കെ കളവ് പോയിരിക്കുകയാണ്. എവിടെ? സെക്യൂരിറ്റി, പോലീസ്. ലഡു സിംഗ്, നിങ്ങളെ സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിർത്തിയതല്ലേ? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ലോക്കറിൽ നിന്ന് ടോപ്പ് സീക്രട്ട് ഡോക്യുമെന്റ്സ് എവിടെ പോയി? തെറ്റായ കൈകളിൽ അത് എത്തിച്ചേർന്നാൽ വേൾഡിലുള്ള പല രഹസ്യങ്ങളും പുറത്താകും. ഡോണ്ട് വറി സർ, എന്റെ കയ്യിലുള്ള റിസോഴ്സസ് ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ പ്രയോഗിക്കാം. ഞാൻ ആ കുതിര എത്രയും പെട്ടെന്ന് പിടിച്ചിരിക്കും. ശിവ, നീ എന്തെങ്കിലും ചെയ്യേ, അല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാണ്. എന്റെ തൊപ്പി തെറിക്കാൻ സാധ്യത ഉണ്ട്. എന്തെങ്കിലും ചെയ്യേ ശിവ. ശിവ, ഇത് കണ്ടോ? ആ കുതിര ചാടിയ ചാട്ടം കണ്ടിട്ടേ അല്ലാത്ത സംശയം തന്നെയാ. കുതിര ഓടി വരുന്നതിന് മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും തലചെരിച്ച് നോക്കാറുണ്ട്. ഇത് മതില് ചാടി കടക്കുന്നത് കാണുമ്പോ തോന്നും ഇത് ചാടാനായിട്ട് തന്നെ നേരത്തെ ഉറച്ചു തീരുമാനിച്ചതാണെന്ന്. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇത്ര ഉയരുള്ള മതില് ഒരു കുതിരയ്ക്ക് പോലും ചാടാനാവില്ല. ശിവ, നമുക്ക് കാട്ടിൽ ചെന്നിട്ട് ആ കുതിരയെ അന്വേഷിക്കണം കേട്ടോ. ഇന്നത്തേന് ശേഷം ഞാൻ നിന്നെയും കണ്ടിട്ടില്ല, നീ എന്നെയും കണ്ടിട്ടില്ല കേട്ടോ. ഹലോ അങ്കിൾ, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് ആ ഫോൾഡർ എന്റെ കയ്യിൽ തന്നേക്ക്. കുട്ടി, എന്നോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. താങ്ക് യു ശിവ, ഫയല് നമ്മുടെ കയ്യിൽ കിട്ടി. അല്ല, ഇതെന്താ? അയാൾ ആ കുതിരയെ റിമോട്ട് കൊണ്ടാ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കുള്ള കുതിരയല്ല.
ഹലോ അങ്കിൾ, നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ കുതിര പോയി കഴിഞ്ഞു. എന്നാ ഇനി എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ. എന്നാ മതി, ഒന്ന് നിർത്തൂ. ഇനി ഞങ്ങൾക്ക് നിന്റെ ഇടികൊള്ളാൻ വയ്യ. ഞങ്ങളെ വിട്ടേക്ക്. നിങ്ങളെ രണ്ടാളെയും പിടിച്ച ആ യന്ത്ര കുതിരയുടെ വയറ്റിനകത്ത് ഞാൻ പൂട്ടിട്ടോളാം. കൂട്ടുകാരെ, ഈ ഐലൻഡിൽ പലതരത്തിലുള്ള ആദിവാസികളാണ് താമസിക്കുന്നത്. ലോകത്തിലെ ഒരു വിവരങ്ങളും അവർക്കറിയില്ല. അവർക്ക് അവരുടേതായ ലോകം മാത്രം. ആരുടെ മുന്നിൽ വരാറില്ല. നിങ്ങളെങ്ങാനും അവരെ കാണുകയാണെങ്കിൽ നിങ്ങളൊരു ഭാഗ്യശാലിയാണെന്ന് തന്നെ പറയാം. ശരിക്കും നിങ്ങൾ കണ്ടാൽ അവരോട് ഒരു അക്ഷരം പോലും നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? അവരെ കളിയാക്കാനും പാടില്ല. വണ്ടിയിൽ തന്നെ ഇരുന്ന് അവരെ നോക്കിയിരുന്നാ മാത്രം മതി. അതെ ചേട്ടായി, നിങ്ങളിത് വെറുതെ പറയാണോ അതോ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? അങ്ങോട്ട് നോക്ക്, കുറെ കുടിലുകൾ കാണുന്നുണ്ടല്ലോ. ചിലപ്പോ അത് ജാരവ ട്രൈബ്സിന്റെ കുടിലുകളായിരിക്കും. അതെ, ശരിയാ. അവരുടെ കുടിൽ ഇതേപോലെ തന്നെ ഇരിക്കും. ഇന്നാ വാങ്ങിച്ചോ. ഇതെടുത്തോ. ഹൂബ 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 ഹൂബ. चलो बोलो चंपा चंपा. എന്തായാലും അവര് നമ്മളെ കൊല്ലാതെ വിട്ടല്ലോ. ഞാൻ ഏറ്റവും വലിയ തെറ്റാ ചെയ്തത്. അവരെ കണ്ടപ്പോ വണ്ടി നിർത്തണ്ടായിരുന്നു. സാരല്ല, വിട്ടേക്ക്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞില്ലേ. അല്ല ലഡു സിംഗ് സാറേ, നിങ്ങളൊരു പോലീസ് അല്ലേ, പിന്നെന്തിനാണ് സ്വന്തം സാധനങ്ങൾ ഊരി കൊടുത്തത്? ആ പോലീസാണ്. പക്ഷെ നിങ്ങളുടെ സാധനങ്ങൾ കൊടുത്തപ്പോ ഞാനും കൊടുത്തു മാത്രം. പക്ഷെ ഞാൻ അവന്മാരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. നിക്കൂ ലഡു സിംഗ് സാർ, അങ്ങോട്ടേക്ക് പോകല്ലേ. വേണ്ട, എന്നെ ആരും തടയരുത്. അതിന് കഴിയില്ല. എല്ലാറ്റിനും ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അത് ലഡു സിംഗ് സാർ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ശിവ, അവന്മാരെ ഹോജി ബാബ കാജി ബാബ എന്തൊക്കെയൊക്കെയോ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവന്മാരെന്നെ ഭീഷണിപ്പെടുത്തി എന്റെ ഡ്രസ്സൊക്കെ ഊരിയെടുത്തു. ഇവര് ശരിക്കുള്ള ജാരവ ട്രൈബ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാരവ ട്രൈബ്സിനെ കുറിച്ച് ഞാൻ ബുക്സിൽ വായിച്ചിട്ടുണ്ട്. ആ ആദിവാസികൾ പുറം ലോകത്തിലുള്ള ആൾക്കാരുമായി കാണാറേ ഇല്ല. അവർക്ക് സ്വർണങ്ങളോടും പണത്തിനോടൊക്കെ എന്തിനാ കൊതി വരാൻ ആവശ്യം? അല്ലല്ല, അവർക്ക് ചെയിൻ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാ. മറ്റുള്ളവരെ കണ്ടു കഴിയുമ്പോ അവര് വളയും ചെയിനും ഒക്കെ ഇടാൻ കൊതിക്കുന്നവരാ. ശരി, തിളങ്ങുന്ന സാധനങ്ങളാണ് അവര് കൊണ്ടുപോയെങ്കിലും അവർക്ക് പണത്തിന്റെ ആവശ്യം എന്താ? എന്തായാലും കൊണ്ടുപോയതൊക്കെ കൊണ്ടുപോയി. ദൈവത്തിനോട് നന്ദി പറ. അവര് നമ്മളെ അപകടപ്പെടുത്തിയില്ലല്ലോ. അതെ അതെ, നമ്മളേതായാലും രക്ഷപ്പെട്ടല്ലോ. പക്ഷെ അവന്മാരെന്റെ തുണി മുഴുവനും ഊരിയെടുത്തല്ലോ. എനിക്കെന്താ അവരൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളും ആദിവാസിയുടെ വേഷം ഇടേണ്ടതാണ്. എന്നിട്ട് അവരെ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശിവ, നീ പറയുന്നത് പോലെ ചെയ്യാം. ഓ, വീണ്ടും മോഷ്ടിക്കാൻ വന്നതാണോ? എന്തായാലും ഈ തവണ അത് നടക്കില്ല.
അതെ വിടൂ, എന്നെ വിടാനല്ലേ പറഞ്ഞ. ശിവ, എന്റെ തല്ലല്ലേ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. അല്ല ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളോ? ഇതെന്താ നിങ്ങൾ ഇങ്ങനത്തെ വേഷത്തിൽ വന്നത്? അതെ, നീയല്ലപ്പ എല്ലാരോടും പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വേഷം മാറി പോവാന്ന്. ഞാൻ എന്റെ വേഷം മാറി കാണിക്കാൻ വന്നതാ. സോറി, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? വേഷം മാറി വന്നിട്ട് ആ ഓ ഈന്ന് പറഞ്ഞപ്പോ ശരി, എന്തായാലും ഐഡിയ കൊള്ളാം. നമുക്ക് എല്ലാവർക്കും വേഷം മാറി കളയാം. അല്ല ഇതെന്താ, നിങ്ങൾ എന്താ ഡ്രസ് ചേഞ്ച് ചെയ്യാത്തെ? പറ്റില്ല, എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട ചൊറിച്ചിൽ വരും, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. എന്നാ ശരി, നിങ്ങൾ എന്റെ പുറകെ വന്നാലും മതി. എന്നാ ശരി. എന്തായാലും ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. എടോ സൂക്ഷിച്ചോ, പിള്ളേർക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അവർ വേഷം മാറി നിങ്ങളുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. ആ ചെക്കനുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിശാലിയാ. നമ്മുടെ രഹസ്യം അറിയരുതേ. പേടിക്കല്ലേ, രഹസ്യമൊന്നും പുറത്താവില്ല. ഞാൻ കുറച്ച് ആളുകളെ അയക്കാം അവന്മാരെ തടയാൻ വേണ്ടിട്ട്. Hula huba kuba duba duba. Jalabula duba duba daba. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള സത്യം എന്താന്ന് മനസ്സിലാക്കാം. എല്ലാരും എന്റെ പുറകെ വരും. എടോ, തന്റെ 4 ആൾക്കാരെ ആ ചെക്കൻ ചതച്ചിട്ടു. താൻ സൂക്ഷിച്ചോണേ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? അല്ല, രേവ എവിടെ പോയി? രേവ, 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 അവൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അവളുടെ ഫോൺ പോലും കിട്ടുന്നില്ല. ഇവിടെയുണ്ട്. രവിയെ കണ്ടുകിട്ടി. വരുമ്പോ അല്ല, ശരിക്കുള്ള ജാറവ ആദിവാസികൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നതാണ് ശരി. നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിക്കണ്ട. നമുക്ക് മിണ്ടാതെ മുന്നോട്ട് പോവാം. അങ്കിൾ, നിങ്ങളുടെ ഗെയിമൊക്കെ തീരുന്നു കേട്ടോ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കള്ളവേഷം കെട്ടി ഇവിടെ ഇരിക്കാന്ന്. നീ ആരുടെ സൈഡാണ്? ഞാൻ നിന്റെ സൈഡാ. നിനക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ലോക്ക് ചെയ്യട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. ഫൈറ്റ് തുടങ്ങാം. മതിയാക്കൂ ശിവ, എന്തിനാ ഇവരെ ഇങ്ങനെ ഇട്ട് തല്ലുന്നേ? നീ ഇവരൊപ്പം ചേർന്നവനാണ്. എനിക്ക് അന്നേരം നിന്നെ കണ്ടപ്പോഴേ സംശയം തോന്നിയതാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ റിസ്റ്റ് വാച്ച് നീ കെട്ടിയത് കണ്ടപ്പോൾ ജാർവ ട്രൈബ്സിന്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് മോഷ്ടിച്ചില്ലേ?
ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാ. ഞാൻ ഇവരുടെ ഗ്യാങ്ങാ. ഞങ്ങൾ ജെറാവോ ട്രൈബ്സിന്റെ പേരിൽ എല്ലാവരെയും പേടിപ്പിക്കുന്നതാ, മോഷ്ടിക്കുകയും ചെയ്യും. എന്താമോ ജെറാവോ ട്രൈബ്സിന്റെ യഥാർത്ഥ ആളുകൾ എത്തിയേ, എനിക്കിന്ന് രക്ഷയില്ലേ. നന്ദിയുണ്ട്, വ്യാജന്മാരെ പിടിച്ചതിൽ നന്ദിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചോളാം. ഇവരെന്താ പറയുന്നത്? ഇവര് ഞങ്ങളെ കൊണ്ടുപോയിട്ട് കൊന്നുകളയും. രക്ഷിക്കൂ ശിവ, ഇവരുടെ ശിക്ഷ വളരെ അപകടം പിടിച്ചതാണ്. ശിവ, ഒന്ന് രക്ഷിക്കൂ ശിവ, എന്നോട് ക്ഷമിക്കൂ. സർദാർ, ഇവരെയൊക്കെ വെറുതെ വിട്ടേക്ക്. ഇവരെ ശിക്ഷ ഞങ്ങൾ നോക്കിക്കോളാം. ഇദ്ദേഹം ഇൻസ്പെക്ടറാണ്, ഇദ്ദേഹം നോക്കിക്കോളും. ദയവേത് അവരെ വിട്ടാളും. ശരി. താങ്ക് യു ശിവ, താങ്ക് യു. നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. അവര് പറയുന്നു നിന്നെ അവർക്ക് വിശ്വാസമാണെന്ന്. നീ തീർച്ചയായും ഞങ്ങളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. നീ ഞങ്ങളെ അവിടെ എത്തിയിട്ട് ശിക്ഷിച്ചോളൂ. ഈ നമ്മള് ജയിലിൽ പോയി ഓടിച്ചാടി കളിക്കാം. നിനക്ക് കാട്ടുജാതിര വേഷം ഞാൻ തരാം. ഇവരാണ് ശരിക്കുള്ള ജാരവ ട്രൈബ്സ്. ഇവര് ആരുടെ മുന്നിലും അങ്ങനെ വരാറില്ല. ആ ആദിവാസികൾ എന്നും ഒളിച്ചു മാത്രമേ ജീവിക്കാറുള്ളൂ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബ്രേക്കിംഗ് ന്യൂസ്. ഒരു കൂട്ടം വെട്ടുക്കിളികളുടെ സംഘം വീനസ് സിറ്റിയിൽ നിന്നും വേദ സിറ്റിയിലേക്ക് വളരെ വേഗതയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവ എവിടെയൊക്കെ പോകുന്നുവോ അവിടെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്ത കിട്ടിയിരിക്കുന്നത്. ഇത്തവണ എന്തായാലും ലഡ്ഡു സിംഗ് ശിവയെ വിളിക്കാൻ വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുത്തശ്ശി, ഞാൻ ശിവേനെ വിളിക്കാൻ വന്നതല്ലോ. രാക്ഷസന്റെ പേര് പറഞ്ഞതും ദേ മുമ്പിൽ വന്ന് നിൽക്കുന്ന കണ്ടോ? ഞാനിപ്പോ വന്നത് ശിവയോടൊരു കാര്യം പറയാനാ. വീന സിറ്റിയിലേക്ക് പോകരുതെന്ന്. അവിടെ മുഴുവനും ഈ ലോക്കസ്റ്റ് പാർട്ടികളെ കൊണ്ട് വലിയ ശല്യായിരിക്കുന്നു. ശിവ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ആ അതെ അതെ, കൊണ്ടുപോയിക്കോ. വേഗം ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെ ലഡ്ഡു സിംഗിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നേ? ലഡ്ഡു സിംഗ് എത്ര നാള് കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? നിങ്ങൾക്കൊരു പാട്ട് പാടി കൊടുത്തൂടെ? ആഹാ, അത് ശരി. വേണ്ട, ഞാൻ പോവാണ്. ഇനി പാടണ്ട, ഒന്ന് വിട്ടേക്ക്. ലഡ്ഡു സിംഗ് ഓടിക്കളഞ്ഞു. ലഡ്ഡു സിംഗിനെ ഓടിപ്പിക്കാനുള്ള നിന്റെ ഐഡിയ കൊള്ളാം. ഈ വെട്ടുകിളികൾ വീനസ് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെന്ന്. നമുക്ക് നഗരത്തിന്റെ പുറത്തൊന്ന് പോയി നോക്കാം. അവ എവിടം വരെ എത്തിയെന്ന്. ഉടനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കുട്ടി, നിങ്ങളാരും മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. കുറെ വെട്ടുക്കിളിയുടെ കൂട്ടങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ നിങ്ങളുടെ ജീവന് വരെ ആപത്ത് വന്നേക്കാം. തിരിച്ചു പോകൂ കുട്ടികളെ. വീട്ടിൽ ചെന്നിട്ട് എല്ലാരോടും വീട് ഒഴിഞ്ഞു പോകാൻ പറയൂ. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ NGO ഫൗണ്ടേഷന്റെ ആൾക്കാരാണ്. ഞങ്ങൾ നാഷണൽ ഡിസാസ്റ്ററിൽ ജോലി ചെയ്യുന്നവരാ. ഞങ്ങൾ വെട്ടുക്കിളികളുടെ ആക്രമണത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കുന്നവരാ. സ്പെഷ്യലിസ്റ്റ് ആണ്. വേഗം ചെല്ലൂ. എല്ലാരും നഗരം വിട്ടു പോകാൻ തയ്യാറായിക്കോളൂ. അല്ല, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങളുടെ ജീവനും അപകടത്തിലാവുമല്ലോ. പിന്നെന്തിനെങ്ങനെ നോക്കുത്തിയെ പോലെ നിൽക്കുന്നത്? അല്ല രേവ, ഇവര് പറയുന്നതൊക്കെ കള്ളമാണെന്നാ എനിക്ക് തോന്നുന്നത്. വരൂ. ശിവ എന്നാണ് എന്റെ പേര്.
അതെ ശിവ, ഡോണ്ട് ഫൈറ്റ്. നീ എന്തിനാ ഇവന്മാരെ തല്ലുന്നത്? ഇവര് NGO കൂട്ടത്തിൽപ്പെട്ടവരാ, അവരെ തല്ലല്ലേ. പോയിക്കോളൂ, പോയിക്കോളാൻ. താങ്ക് യു ലഡു സിംഗ് സാർ, താങ്ക് യു. എന്ത് ഒരു കുട്ടിയുടെ കൈ കൊണ്ട് തല്ലി മേടിച്ചെന്നോ? ഇന്റലിജൻസിന്റെ ആൾക്കാര് ഒരു കുട്ടിയുടെ കൈ കൊണ്ട് തല്ലി മേടിച്ചിരിക്കുന്നു. നാണക്കേട്. എന്താണോ നിങ്ങൾ ചെയ്യുന്നേ? ആ കുട്ടിയെ പിടിച്ച് കൊക്കയിലെറിയാൻ നോക്ക്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഇനി അവനെ കിട്ടുകയാണെങ്കിൽ കൊക്കയിലേക്ക് വലിച്ചെറിയാം. ബോസേ, ഇത്രയധികം വെട്ടുകിളികൾ എങ്ങനെ ഉണ്ടാക്കി ബോസേ, ഒന്ന് പറയോ? ഇന്റലിജൻസിംഗിന്റെ ഇന്റലിജൻസ് ആണ് അത്, അറിയുമോ? ഒരുപാട് വെട്ടിക്കിളികൾ ഉണ്ടാക്കാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ ആർക്കും സംശയം തോന്നുന്നില്ല. ഈ വെട്ടിക്കിളികൾ വ്യാജമാണ്. വേദ നഗരത്തിലുള്ള എല്ലാ ആളുകളും ഇപ്പൊ പേടിച്ചിരിക്കുകയാണ്. ഇനി ഏത് നിമിഷവും നഗരത്തിലെ ജനങ്ങൾ വീട് വിട്ടു പോവാൻ സാധ്യതയുണ്ട്. അപ്പോ നമുക്ക് നഗരത്തിൽ ചെന്ന് മുഴുവനും നമുക്ക് മോഷ്ടിക്കാം. വാ ബോസ്, വാ. പ്ലാൻ അടിപൊളി. അല്ല, ശരിക്കും അവരാരാന്ന് അറിയില്ല. നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇവര് തടഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മത്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരാള് തേനീച്ച വളർത്തുന്നുണ്ടായിരുന്നു. അയാൾ ആൾക്കാരെ കാണുമ്പോ അവരുടെ മേത്തേക്ക് ഇതിനെ പറത്തിവിടും. തേനീച്ച വരുന്നെന്നും പറഞ്ഞ് ആളുകളെ പേടിച്ച് ഓടിക്കളയും. എന്നിട്ട് അയാള് ആ സാധനങ്ങൾ മുഴുവനും മോഷ്ടിച്ച് അവിടെ നിന്ന് കടന്നു കളയും. ആദ്യ നീ ഭയങ്കര മിടുക്കനാട്ടോ. ഞങ്ങളുടെ പ്രോബ്ലം നീ സോൾവ് ആക്കി തന്നല്ലോ. ഓ ശരിയാതി, എനിക്കും തോന്നുന്നുണ്ട് പ്രോബ്ലം സോൾവ് ആയെന്ന്. അല്ല, അങ്ങനെ ഞാനിപ്പോ എന്താ ചെയ്തത്? ഒന്ന് പറഞ്ഞേ. അതെ ആദ്യ, നീ പറഞ്ഞതുപോലെ ഈ വെട്ടുകിളികളെ ഒരാളായിരിക്കും വളർത്തുന്നത്. അവര് നമ്മളെല്ലാം ഓടിപ്പിക്കാൻ നോക്കിയത്, എന്നിട്ട് അവര് ഓടിയില്ലല്ലോ. നമുക്കിത് എങ്ങനെയെങ്കിലും അന്വേഷിക്കണം. എന്റെ റോബോട്ട് ബിയെ പറഞ്ഞയച്ചിട്ട് സത്യാവസ്ഥ എന്താന്ന് അറിയട്ടെ. വെട്ടുകിളികൾ എവിടുന്നാ വരുന്നെന്ന് നോക്കാം. വേദ സിറ്റിയിലേക്ക് വെട്ടുകിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ റോബോട്ട് ബി പോയിട്ട് ഒരുപാട് സമയമായല്ലോ. ഇതുവരെ എനിക്ക് ഒരു മെസ്സേജ് പോലും കിട്ടിയിട്ടില്ലല്ലോ. റോബോട്ട് ബി എവിടേക്കാ പോയത്? എന്തായാലും റെക്കോർഡിംഗ് ഒന്ന് നോക്കിയേക്കാം. അല്ല, ഈ വെട്ടുകിളികൾ എന്റെ റോബോട്ട് ബീനെ നശിപ്പിച്ചിട്ടുണ്ടാവോ? ഇത് പള്ളിന്റെ അടയാളമാണ്. എന്റെ റോബോട്ട് ബി മെറ്റൽ ആണല്ലോ. സാധാരണ വെട്ടുകിളികൾക്ക് ഇതിനെ ഒന്നും ചെയ്യാനാവില്ല. ചിലപ്പോ അത് വല്ല ഏലിയൻ വെട്ടുകിളികളാണെങ്കിലോ? അല്ല യുഡി, അത് ഏലിയൻ വെട്ടുകിളികളല്ല. അത് എല്ലാം റോബോട്ടിക് ആണ്. അതുകൊണ്ട് അവയെ പതുക്കെ വേദ സിറ്റിയുടെ അരികത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം അവ ഇങ്ങനെ എത്തുന്ന മുമ്പ് ജനങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി. അപ്പൊ അവർക്ക് ഈസിയായിട്ട് ഇവിടുന്നൊക്കെ മോഷ്ടിക്കാലോ. അതെ, എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. എന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ലഡു സിംഗ് സർ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തോളൂ. ഇവരോട് സംസാരിച്ചിട്ട് ഇവരുടെ ലീഡറിനെ കൂടി അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ വേഗം ചെന്നിട്ട് ആ വെട്ടുകിളികളെ തടയാൻ നോക്കട്ടെ. ഇവൻ ശരിയാവില്ലെന്നാ തോന്നുന്നത്. ഇന്റലിജൻസിംഗിന്റെ ഇന്റലിജൻസിനെ സംശയിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്ന അവന് കാണിച്ചു കൊടുത്തേ പറ്റൂ.
ഓട് ശിവ, ഓടിക്കോ. എത്ര ദൂരം നീ ഓടുന്ന ഞാൻ നോക്കട്ടെ. എന്റെ വെട്ടിക്കിളികൾ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇല്ല, എന്റെ എല്ലാ വെട്ടുകിളികളെയും അവൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ കുരുത്തം കെട്ട കുട്ടിയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ ഇന്റലിജന്റ് സിംഗ്. നിനക്ക് ശിവയുടെ കഴിവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ശിവ, അവ മുഴുവനും നിന്നെ പിന്തുടരുകയായിരുന്നു. അവക്ക് എന്തുകൊണ്ടാ നിന്നെ പിടിക്കാൻ പറ്റാഞ്ഞത്? അവ എന്റെ പുറകെ ഒന്നും വന്നതല്ല. ഞാൻ എന്റെ സൈക്കിളിലുള്ള മാഗ്നറ്റ് ഓൺ ചെയ്തതാ. അവയെല്ലാം മെറ്റൽസിന്റേതല്ലേ, അതുകൊണ്ട് മാഗ്നറ്റിന്റെ പവർ കൊണ്ട് എന്റെ പുറകെ വന്നോണ്ടിരുന്നതാണ്. അടുത്ത പ്രാവശ്യം പ്ലാസ്റ്റിക് കൊണ്ട് വെട്ടുകിളികളെ ഞാൻ ഉണ്ടാക്കും. കണ്ടോ നീ? അന്നേരം നീ ഒരു പാഠം പഠിക്കും. ശിവ അതിനുള്ള പോംവഴിയും വേഗം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇന്റലിജൻസ് സിംഗിന്റെ ഇന്റലിജൻസിനെ കുറിച്ച് എത്ര സംശയിച്ചാലും, പക്ഷേ ശിവയുടെ ഇന്റലിജൻസിനെ കുറിച്ച് ആർക്കും സംശയം തോന്നാൻ പാടില്ല. മനസ്സിലായോ? ഞങ്ങൾ ഈ ഫുഡ് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കുക്കിംഗ് അറിയുമോ ഇല്ലയോ എന്ന് നോക്കാനാണ്. അതുമാത്രമല്ലാതെ ഈ കോമ്പറ്റീഷൻ മുഖേന കുക്കിംഗിൽ അവർക്ക് ഉത്സാഹവും വരാൻ വേണ്ടിയാണ്. ഏറ്റവും നല്ല ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് മാത്രമല്ലാതെ കൂടെ അവാർഡും കൊടുക്കുന്നതായിരിക്കും. എല്ലാ മത്സരാർത്ഥികളും എന്താ റെഡിയല്ലേ? മത്സരാർത്ഥികൾക്ക് പാചകം ചെയ്യാൻ 1 മണിക്കൂറാണ് സമയം നൽകുക. യുവർ ടൈം സ്റ്റാർട്ട് നൗ. Okay, plan 1. ഏറ്റവും നന്നായി പാചകം ചെയ്യുന്ന കുട്ടിക്ക് സാർ, താങ്കൾക്ക് ഫോൺ. വെറുതെ എന്നെ ശല്യം ചെയ്യരുത്. ഫോൺ ഞാൻ പിന്നെ സംസാരിച്ചോളാം. ഗേറ്റിന്റെ പുറത്ത് പോയി നിൽക്ക്. ഓ തീ പിടിച്ചേ! അയ്യോ തീ പിടിച്ചേ! തീ പിടിച്ചേ! ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സർ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. സ്മാർട്ടി, നീ വേഗം വന്ന് തീ അണച്ചതിന് വളരെ നന്ദി. അല്ലെങ്കിൽ വലിയൊരു അപകടം തന്നെ സംഭവിച്ചേനെ. യു ആർ വെൽക്കം സർ. ചെല് ചെല് ചെല്, പെട്ടെന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കൂ. മറ്റു കുട്ടികളൊക്കെ മത്സരം തുടങ്ങിക്കോളൂ. ശിവ, 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കണം. അതെ, പെട്ടെന്ന് തന്നെ തീർക്കാം. പ്ലാൻ 2. ആ ശിവയെ ഞാൻ ജയിപ്പിക്കാൻ സമ്മതിക്കില്ല. ഓ തീ 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 തീ. ശിവ, അതെ ശിവ, ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം.
ആക്ഷൻ അവിടെയാണ് നടക്കുന്നത്, പക്ഷെ റിയാക്ഷൻ എനിക്കെതിരെയാണല്ലോ വരുന്നത്. സോറി സോർ, ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതെന്താ ശിവയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശിവ, ഇതെന്താ നമുക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തായാലും തുറന്നു പറയൂ, നീ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ? യെസ് സർ, ഡോണ്ട് വറി, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളാം. ശിവ, ഈ മത്സരം നിനക്ക് വേണ്ടത് വെച്ചൂടെ? നീ ചെന്ന് ലഡ്ഡു സിംഗിനെ മാത്രം സഹായിച്ചാ മതി. ഈ കുക്കിംഗ് ഒക്കെ നിനക്ക് പറ്റിയ പണിയല്ല. എനിക്ക് പറ്റിയ പണി എന്താണെന്ന് നീ ആലോചിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഓക്കേ? ശിവ, നീ വേഗം ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് നീ പാചകം തുടങ്ങിക്കോളൂ. ബാക്കിയെല്ലാവരും നോക്കി നിൽക്കാതെ തുടങ്ങിക്കോളൂ. ശിവ, നിനക്ക് ഒരിക്കലും എക്സ്ട്രാ ടൈം നൽകുന്നതല്ല, ഓക്കെ? തുടങ്ങിക്കോളൂ. ഓക്കേ സർ. ഈ സ്മോട്ടിന്റെ ബോഡി ഗാർഡ്സ് ഗേറ്റിന്റെ പുറത്ത് എന്തിനാ വെറുതെ നിൽക്കുന്നത്? ഞാൻ നോക്കിയതും മിണ്ടാതെ പോകുന്നുണ്ടല്ലോ. എന്തോ കുഴപ്പമുണ്ട്. രേവ, ഇങ്ങനത്തെ കുഴപ്പമൊക്കെ സ്മാർട്ടിയാണ് ചെയ്യുന്നത്. അവൻ പറയുന്നത് കേട്ടിട്ട് അവന്റെ ബോഡി ഗാർഡ്സ് ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോ തന്നെ വരാം. അല്ല, ഇവനെങ്ങോട്ടാണ് ഈ പോകുന്നത്? ആരും ഇതറിയാനേ പാടില്ല. സ്മാർട്ടി കൊച്ചു മുതലാളി പറഞ്ഞതുപോലെ ആ ചെറുക്കൻ ശിവ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങളെല്ലാം നശിപ്പിക്കണം. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം. ഓക്കേ, ഇനി പ്ലാൻ നമ്പർ 3 കേട്ടോളൂ. അവൻ മേലൽ ആഹാരം ഉണ്ടാക്കാനേ പാടില്ല. ഹലോ, പ്ലാൻ നമ്പർ 3 നമുക്ക് ഇവിടെ വെച്ച് തന്നെ തുടങ്ങാം. ആ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അല്ല, ഈ ശിവ എങ്ങോട്ടാ പോയത്? അവൻ കൈ കഴുകാൻ പോയിരിക്കുക. എന്റെ ഗാർഡ്സിന് പണി വെക്കാൻ പോയതായിരിക്കും അവൻ. അതെ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാ മതി. അല്ല, നീ കൈ കഴുകി പെട്ടെന്ന് വന്നോ? ആരെയൊക്കെ കഴുകണമോ അവരെയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. മനസ്സിലായി. ശിവ, ഒരുപാട് സമയം കഴിഞ്ഞു. ഇതുവരെ നമ്മൾ ഒരു ജോലി പോലും തുടങ്ങിയിട്ടില്ല. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ചെന്ന് സോളാർ ഹീറ്റർ കൊണ്ടുവരാം. അതിൽ പെട്ടെന്ന് കുക്കിംഗ് ചെയ്യാൻ പറ്റും. ശിവ, നിനക്ക് ഭയങ്കര ബുദ്ധിയാ. ശിവ, ഇന്ന് നമ്മൾ കുക്കിങ്ങിൽ ആദ്യമായിട്ട് കുംഫും കരാട്ടയും ഒക്കെ കാണിക്കേണ്ടി വരും. ശിവ, ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടാ, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആയി മാറും. ഞാൻ വഴക്കിടുന്ന കാര്യമല്ല പറഞ്ഞത്, പാചകം ചെയ്യാനുള്ള സ്പീഡിന്റെ കാര്യം പറഞ്ഞേ. എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണ്ടേ, ഒരുപാട് പണി ബാക്കിയുണ്ട്. ഓക്കേ, എന്റെ സ്പീഡ് എന്താന്ന് നീ ഇപ്പൊ കണ്ടോ? ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് തീർത്തിരിക്കുന്നത്? എന്റെ കഴിഞ്ഞു സാർ, എന്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെയും കഴിഞ്ഞു സാർ. ഞങ്ങളും തീർത്തു. ശിവ ഇനിയും തീർത്തിട്ടില്ല സാർ. എന്റെ കഴിഞ്ഞിരിക്കുന്നു സാർ. വെരി ഗുഡ് ശിവ, വെരി ഗുഡ്. നീയും കൃത്യസമയത്ത് തന്നെ റെഡിയാക്കി കഴിഞ്ഞു. വരൂ, നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശിവ, അത് വേഗം
അടിപൊളി, സൂപ്പർ. ഇത് നന്നായിട്ടുണ്ട്. സ്മാർട്ടി, നിന്റെ ഡിഷിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. നോക്കട്ടെ എന്താ ചെയ്തെന്ന്. സാർ, ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കഴിക്കാൻ തോന്നില്ല, അത്രയ്ക്ക് രുചിയാ. വാ, വെരി ഗുഡ്, സൂപ്പർ ടേസ്റ്റ് ആണ് സ്മാർട്ടി. ശിവ, ഇനി നിന്നെ കുറിച്ച് പറയാൻ പോവുകയാണ്. മിണ്ടാതേക്ക്. നീ എന്റെ സൈഡാണോ അതോ അവന്റെ സൈഡാണോ? എന്റെ അമ്മോ, ഇത് കലക്കനായിട്ടുണ്ടല്ലോ. നീ കലക്കി കഴിഞ്ഞല്ലോ ശിവ. നീയും രേവയും ഇത്ര നന്നായിട്ട് പാചകം ഉണ്ടാക്കുന്ന ഞങ്ങൾ ആരും അറിഞ്ഞില്ല. സാർ, നിങ്ങൾ എന്തായാലും കഴിച്ചല്ലോ, ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ അതെടുത്ത് കഴിച്ചില്ല. അതെ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വളരെ കുറഞ്ഞ സമയത്തിൽ 4 ഡിഷാ നീ ഉണ്ടാക്കിയിരിക്കുന്നേ. അത് നല്ല രുചി. ശിവ, യു ആർ ഗ്രേറ്റ്. എല്ലാ കാര്യത്തിലും നീ മിടുക്കനാണല്ലോ. താങ്ക് യു സർ. കുക്കിംഗ് കോമ്പറ്റീഷനിൽ നീയാണ് ഫസ്റ്റ്. നിനക്കാണ് ട്രോഫി തരാൻ പോകുന്നത്. ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ, അതിൽ എത്ര പ്രത്യേക രുചി എന്താണെന്ന്. യമി, വാവ്, ഇത് ഭയങ്കര രുചിയാണല്ലോ. ശിവ, ഇത്ര രുചിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നീ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുവോ? നിന്റെ കഴിവുകളിൽ കുറച്ച് എനിക്കും തരൂ. സോറി, ഞാൻ കോമ്പറ്റീഷൻ ജയിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഒരുപാട് ശല്യം ചെയ്തു. അതിനുവേണ്ടി ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നു. ഇറ്റ്സ് ഓക്കേ. നിനക്ക് നിന്റെ തെറ്റെന്താന്ന് മനസ്സിലായല്ലോ. ഡോണ്ട് വറി, ഞാനും രവിയും നിന്നെ പാചകം പഠിപ്പിക്കാം, അല്ലേ? അതെ, നിന്റെ ഫാം ഹൗസിൽ വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷാ തോന്നുന്നത്. അതെ അതെ, ശിവ നീയും ഡാൻസ് ചെയ്യേ വേഗം. ഏയ്, എനിക്ക് ശരിക്കും അടിച്ചു പൊളിക്കണം നമ്മള്. അതെ, എനിക്കെന്താ പെട്ടെന്ന് ഒരു ചൂട് തോന്നുന്നത് പോലെ. ലഡു സിംഗ് സാറേ, നിങ്ങളുടെ പുറകെ തീ പിടിച്ചിരിക്കുകയാണ്. വേഗം വെള്ളം ഒഴിക്കാൻ. താങ്ക് യു വെരി മച്ച്. നമുക്കൊന്ന് പോയി നോക്കാം. കുറെ ദിവസമായിട്ട് ഇപ്പൊ ഗ്രാമത്തില് കോഴികളുടെ മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരാള് കോഴിയെ മോഷ്ടിച്ചോണ്ട് പോകുന്നു. ഓഹോ, കോഴികളുള്ളത് കൊണ്ട് ഓടാൻ പറ്റില്ല. എന്തായാലും ഈ ഭാഗത്തോട്ട് പോവാം. അതെ, ഒന്ന് നിർത്ത്. അതെ, എന്നെ ആരെങ്കിലും ഒന്ന് സൈക്കിളിൽ കൂട്ടിക്കൊണ്ട് പോ. മോഷ്ടാക്കളെ, മര്യാദക്ക് മോഷ്ടിച്ച സാധനങ്ങൾ തരൂ. കുട്ടി, മര്യാദക്ക് പോകാൻ നോക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇനി ഞങ്ങളെ തല്ലല്ലേ. എന്തിനാ ഞങ്ങൾ ഇങ്ങനെയിട്ട് തല്ലുന്നേ? ഞങ്ങള് സത്യ പറയുന്നേ. നിങ്ങളുടെ ഒന്നും ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങളെ കോഴികളുടെ കാര്യമാണ് പറഞ്ഞേ. മോഷ്ടിച്ച കോഴി മര്യാദക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്നേ. കോഴിയൊക്കെ കറി വെച്ച് കഴിഞ്ഞല്ലോ. എന്ത്? ഞങ്ങളുടെ കോഴി മോഷ്ടിച്ചു കൊണ്ടിട്ട് നിങ്ങൾ തിന്നോ? ഞങ്ങളെ കോഴി കാശ് കൊടുത്തോട്ട് അടിച്ചുകൊണ്ടുവന്നതാ. നിങ്ങളുടെ ഒരു കോഴി ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ കോഴികൾ ആരാ കൊണ്ടുപോയത്? ശിവ, ഇത് ശ്രദ്ധിച്ചേ, ചീറ്റയുടെ കാലടയാളം.
ചെലപ്പോ രാത്രി ചീറ്റ വന്നു കാണും. 100% ഇത് ചീറ്റ തന്നെയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടുപിടിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നേ. അല്ല നിക്ക്, ഈ അടയാളം നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. ഈ അടയാളം കാണുമ്പോൾ തോന്നുന്നത് 2 കാല് വെച്ച് നടക്കുന്ന ആരോ ഇത് ഉണ്ടാക്കിയതാണെന്ന്. ചീറ്റയുടെ അടയാളമാണെങ്കിൽ 4 കാലിന്റെ അടയാളമാണ് കാണേണ്ടത്. ഇതൊരു മൃഗത്തിന്റേതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാരോ വ്യാജമായിട്ട് ഉണ്ടാക്കിയ അടയാള. അതായത് നടക്കുന്ന ഷൂസിന്റെ അടിയിൽ ചീറ്റയുടെ കാലടയാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നീ പറഞ്ഞ ശരിയായിരിക്കും ശിവ. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ഒളിച്ചിരുന്ന് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഞാനൊരു ഐഡിയ പറയാം ആദ്യമായി കൂടി. നിങ്ങൾ രണ്ടുപേരും കോഴിയായിട്ട് വേഷമിട്. അത് ശരി രേവ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്താലും ഞങ്ങളെ വിട്ടേച്ച് നിങ്ങൾ ദൂരെ എവിടെയും പോകരുത് കേട്ടോ. എന്റെ തലയില് കോഴി വന്നിരിക്കണം. നീ വെക്ക്. നിന്നെ കൊത്തുവാ നിന്റെ തലയിൽ വെക്ക്. എന്റെ തല വെക്കണം. നിന്റെ തല വെക്ക്. വേണ്ട, എന്റെ തല വേണ്ട. ഞാൻ വെക്കൂല. നീ ഇങ്ങനെ കിടന്ന് എവിടെ ഉണ്ടെങ്കിലേ നമുക്ക് കണ്ണിനെ പിടിക്കേണ്ടതല്ലേ? ഉണ്ടാതെ ഇരിക്കേ. ഇനി ആരെ വന്നെന്ന് തോന്നുന്നു. ഓ നോ, ഇത് ശരിക്കുള്ള ചീറ്റയാണല്ലോ വന്നിരിക്കുന്നത്. ഇത് ശരിക്കുള്ള ചീറ്റയാണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? അതെ, യോടി, ഓടിക്കോ. ശിവ രക്ഷയ്ക്ക്. ശിവ ഓടി വാ. ചാടാൻ നോക്ക്. കോഴികള് ചാടി പറക്കുന്നത് പോലെ. എനിക്ക് ഇങ്ങനെ ചാടാനും പറ്റുന്നില്ല. ഞാൻ ചാടി പറക്കുന്നു. ഞാൻ പറക്കുന്നു. അല്ല, ഈ ബോൾ എവിടുന്നാ വരുന്നത്? ആ ശിവ. ഹായ്, ശിവ വന്നല്ലോ. എന്നെ രക്ഷിച്ചു. താങ്ക് യു ശിവ. വെൽക്കം യോടി. ആദി, ഇന്നലെ നിന്റെ വീടിന്റെ പരിസരത്ത് ചീറ്റ വന്നെന്ന് കേട്ടല്ലോ. ആ ചീറ്റ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നറിയോ? അതെന്റെ കോഴികളൊക്കെ കൊണ്ടുപോവുക. ഒരു ദിവസം തന്നെ 2 സ്ഥലത്ത് ആക്രമണം നടന്നിരിക്കുന്നത്. ആ ചീറ്റയെ കൊണ്ട് വല്ലാത്ത ശല്യ. നിങ്ങൾ എവിടെയാ വന്നെന്നോ? നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങളുടെ ചുറ്റുമതിലിന്റെ പുറത്ത് എന്താണ് അടയാളെന്ന്? ഇത് 2 കാല അടയാളമുള്ള ചീറ്റയാണ് വന്നിരിക്കുന്നത്. വ്യാജമായ ചീറ്റയാണ്. നമ്മളുടെ അവിടെ വന്നത് ശരിക്കുള്ള ചീറ്റയും. അപ്പൊ അതിന്റെ അർത്ഥം ഡ്യൂപ്ലിക്കേറ്റ് ചീറ്റയുണ്ടെന്നാ. ഇന്ന് രാത്രി മുഴുവനും നമുക്ക് ഗ്രാമത്തിനെ വീക്ഷിച്ചോണ്ടിരിക്കണം. അല്ല, ഇതിപ്പോ നേരെ വെളുക്കാറായല്ലോ. ഇതുവരെ കള്ളനെ കണ്ടതുമില്ല. വന്നേ, നമുക്ക് പോയി കുറച്ചു നേരം ഉറങ്ങിട്ട് വരാം. എന്റെ കോഴിയെ കൊണ്ടുവന്നേ, പിടിച്ച്. ആ ഭാഗത്തുള്ള വീട്ടിൽ നിന്നാണ് ശബ്ദം വരുന്നത്. വരൂ, പെട്ടെന്ന് തന്നെ അവിടെ പോവാം. അതെ, ഒന്ന് നിന്നേ. ഇതെന്താ ഇത്രയും വലിയ കാടാണോ? അതെ ചേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ പാമ്പിന്റെ ശല്യമൊന്നും ഇല്ലല്ലോ? എന്താ ഞാൻ പാമ്പിന്റെ അടുത്ത് തന്നെ പാമ്പിനെ കുറിച്ച് ചോദിക്കുകയാണല്ലോ. രക്ഷിക്കണേ.
കുട്ടി ആരാണ് നീ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്നെ ഒന്നും ചെയ്യല്ലേ. നിനക്ക് എന്ത് ആവശ്യം വെച്ച് പറ. ഞങ്ങളുടെ കോഴികൾ എവിടെയാണെന്ന് പറയൂ. അതൊന്നും ഇവിടെ ഇല്ല പിള്ളേരെ. ഇതിനകത്താ കൊണ്ടുവന്നിട്ടിരിക്കുന്നേ. വേണമെങ്കിൽ വന്ന് നോക്കേ. എന്ത് അന്വേഷിച്ചോന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതെ, ഞാൻ ഈ പോൾട്രി ഫാം തുറന്നതൊക്കെ ശരി തന്നെയാ. എന്റെ കോഴികൾക്ക് മൊത്തം സൂക്കേട് വന്ന്. അതറിയോ? എല്ലാം അങ്ങ് അവസാനിച്ചു. ഞാന് എന്റെ ഷൂയില് ഇരുമ്പ് കൊണ്ട് ചീറ്റയുടെ കാലടയാളം ഉണ്ടാക്കി കോഴികളെ മോഷ്ടിക്കുന്ന പണി അങ്ങ് തുടർന്നു. പക്ഷെ എന്തിന്? കാരണം കോഴികളെ മോഷ്ടിച്ചങ്ങ് കൂട്ടിയാൽ വീണ്ടും എനിക്കൊരു പുതിയ പോൾട്രി ഫാം തുടങ്ങാലോ. അപ്പൊ എനിക്ക് പുതിയ കോഴികളെ കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ. ചീറ്റയുടെ കാലടയാളം കണ്ടു കഴിഞ്ഞാ പിന്നെ ആരും എന്നെ സംശയിക്കില്ല. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും ചീറ്റ വന്ന് കൊണ്ടുപോയതാണെന്ന്. ആദി, ഗ്രാമത്തിലുള്ളവരോടൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അവരവരുടെ കോഴിയുടെ അടയാളം നോക്കി എടുത്തോണ്ട് പോവാൻ പറയൂ. വന്നേ എല്ലാരും ഒരു വരിയിൽ വന്ന് നിന്നേ. മര്യാദക്ക് നിന്നോളണം. വേഗം എല്ലാരും ഹാൻഡ്സ് അപ്പ്. കൈ പൊക്കാനാ പറഞ്ഞത്. ശിവ, ഒരു ഫോട്ടോ എടുക്ക്. ഇത് ടിവിയിൽ ഇടണം. നാട് മുഴുവനും ഇത് ആൾക്കാർ കാണണം. എങ്ങനെയാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ഈ കോഴിക്കള്ളന്മാരെ കഷ്ടപ്പെട്ട് പിടിച്ചതെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.